കൺഫ്യൂസിംഗ് പ്രോബ്ലംസ് പാർട്ട് 10. ചില കണക്കുകൾ നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. അങ്ങനത്തെ ഒരു ജോഡി കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 4 ശിഷ്ടം കിട്ടും. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ കാണുക. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക. ഈ രണ്ട് ചോദ്യങ്ങളിലും പൊതുവായി വരുന്നത് എന്താ? ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും സംഖ്യ കൊണ്ട് ഹരിക്കുക. ഇവിടെയോ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇതിൽ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നൊരു സൂചന ഉണ്ട്. പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ. ഈ രണ്ട് സൂചനകളും ഏത് സൂചനകൾ? സംഖ്യ കൊണ്ട് ഹരിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ. സംഖ്യ കൊണ്ട് ഹരിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ. അത് രണ്ടും LCMത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് LCM ആണ്. അതിനുശേഷം കുറച്ച് കാര്യം കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം LCM കാണാം. ഏതിൻ്റെ? 12, 15, 20 LCM കാണാം. 12, 15, 20 നമുക്ക് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ 3 കൊണ്ട് 4, 3, 12, 3, 15, 20 ഹരിക്കാൻ പറ്റുക. 20 ഇറക്കിയിട്ടു. ഇനി നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 1, 4, 4. 5 ഹരിക്കാൻ പറ്റില്ല. 5 ഇറക്കിയിട്ടു. 20, 4, 4, 20. ഇനി 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 1, 5, 5, 1, 5, 5. LCM കാണാൻ ഇതെല്ലാം കൂടി ഗുണിക്കുക. 3 × 4, 12 × 5, 60. നമുക്ക് LCM കിട്ടി. LCMത്തിൻ്റെ കൂടെ നമുക്ക് ചോദ്യത്തിൽ തരുന്ന ശിഷ്ടം കൂട്ടുക. LCMത്തിൻ്റെ കൂടെ ചോദ്യത്തിൽ തരുന്ന ശിഷ്ടം കൂട്ടുക. എത്രയാണ്? 4 ശിഷ്ടം. 64 കൂട്ടിയ 64 ഉത്തരം. ഇനി ഇതിൽ നമ്മൾ ആദ്യം LCM കാണുക. ഏത്? 12, 18, 27 LCM. 12, 18, 27 LCM കാണുകയാണ്. എല്ലാത്തിനെയും 3 കൊണ്ട് ഹരിക്കുക. 4, 3, 12, 6, 3, 18, 9, 3, 27. എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റില്ല. 2 കൊണ്ട്. 2, 4, 3, 6, 9 ഹരിക്കാൻ പറ്റില്ല. ഇറക്കിയിട്ടു. ഇനി 3 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കാം. 2 ഹരിക്കാൻ പറ്റില്ല. 2 ഇറക്കിയിട്ടു. 3, 3, 1, 3, 3, 9, 3, 9. 2 3 ഹരിക്കാൻ പറ്റില്ല. എല്ലാം കൂടി ഗുണിക്കുക. 3 × 2 6, × 3 18, × 2 36, × 3 108 എന്ന് കിട്ടി. എന്ത്? LCM. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഓരോ സംഖ്യകളും ശിഷ്ടങ്ങളും കൊടുക്കൂ. ഓരോ സംഖ്യകളും ശിഷ്ടങ്ങളും. ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ ശിഷ്ടം കുറയ്ക്കൂ. ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ ശിഷ്ടം 12 നെട്ട് കുറച്ച് എത്ര? 4. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ ശിഷ്ടം കുറയ്ക്കൂ. 18 14 കുറച്ച് എത്ര? 4 തന്നെ. മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് മൂന്നാമത്തെ ശിഷ്ടം കുറയ്ക്കൂ. 27 23 കുറച്ചാൽ 4. അപ്പോൾ ഈ സംഖ്യകളും ഈ ശിഷ്ടങ്ങളും തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒരേ സംഖ്യയാണ് വരുന്നത്. പൊതുവായ വ്യത്യാസം നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ LCMത്തിൽ നിന്ന് ഈ പൊതുവായ വ്യത്യാസം കുറയ്ക്കുക. LCMത്തിൽ നിന്ന് പൊതുവായ വ്യത്യാസം കുറയ്ക്കുക. 108 4 കുറയ്ക്കുക. ഉത്തരം 104.